ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 260. നമ്മളിപ്പോൾ 58ാമത്തെ ഉപനിഷത്തായിട്ട് കൗശിതക ബ്രഹ്മണ ഉപനിഷത്താണ് നോക്കുന്നത്. അതിൽ 4ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അതിൽ ഗർഗവംശത്തിൽ ജനിച്ച ബലാക എന്ന ആളുടെ പുത്രനാണ് ഗാർഗ്യൻ എന്ന ബ്രാഹ്മണൻ. അപ്പോൾ അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം വേദങ്ങളെല്ലാം പഠിച്ച ശേഷം അതിനെ ഉപദേശിക്കുകയെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വേദമെല്ലാം പഠിച്ച് പണ്ഡിതനാണ്. വേദം പഠിച്ചവരല്ലേ അതിൻ്റെ അർത്ഥസഹിതം പഠിച്ചവർക്കേ ബ്രാഹ്മണൻ എന്ന് പറയാൻ അർത്ഥമുള്ളൂ. വേദം എന്ന് പറഞ്ഞാൽ പ്രകൃതി നിയമങ്ങൾ മുഴുവൻ അറിയാം. ബ്രഹ്മം തൊട്ട് എന്താണ് ഈശ്വരൻ എന്നത് തൊട്ട് എല്ലാ വിഷയങ്ങളും അറിയുന്ന ആളാണ്. ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ എല്ലാം ബ്രാഹ്മണരാണ്. അത് വേദമെല്ലാം പഠിച്ച് ഉപദേശിക്കുകയെല്ലാം ചെയ്യുന്ന കക്ഷിയാണ്. അദ്ദേഹം തൻ്റെ വസതിയിൽ തന്നെ താമസിക്കില്ല. പല ദേശത്തും അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ കാശി, ചിലപ്പോൾ കുരുക്ഷേത്രം, ചിലപ്പോൾ പാഞ്ചാലദേശം, ചിലപ്പോൾ മത്സ്യദേശം. അങ്ങനെ അവർ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കാശിയിലെത്തി. അപ്പോൾ അവിടുത്തെ രാജാവ് അജാതശത്രുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നു. രാജാവ് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ആളാണ്. ബ്രാഹ്മണൻ ബ്രഹ്മരഹസ്യം മനസ്സിലാക്കി എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിക്കുന്ന വ്യക്തിയാണ്. ബാക്കിയെല്ലാം മിഥ്യയാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ബ്രാഹ്മണൻ. ഇത് ക്ഷത്രിയൻ രാജാവ്. ഇപ്പം രാജാവോട് പറഞ്ഞു, അഹങ്കാരത്തോട് പറഞ്ഞു, ഞാൻ അങ്ങേക്ക് ബ്രഹ്മരഹസ്യമല്ല ഉപദേശിക്കാം. ഇപ്പോൾ രാജാവ് സന്തോഷത്തോടെ പറഞ്ഞു, ഈ കൃപക്ക് അങ്ങേരുടെ ഈ കൃപക്ക് വേണ്ടിയിട്ട് ഞാൻ 1000 പശുക്കളെ തരാം. ഈ ബ്രഹ്മരഹസ്യം ഉപദേശിച്ചു കഴിഞ്ഞാൽ 1000 പശുക്കളെ തരാം. എന്നിട്ട് കൂട്ടത്തിൽ ഒന്നും കൂടിയും പറഞ്ഞു, പ്രജകളെല്ലാം ജനകൻ ജനകൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനകന്റെ അടുത്തേക്ക് ഓടുകയാണ്. എല്ലാവരും സാധാരണ ജനങ്ങളെല്ലാം ജനകൻ ജനകൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെയാണ് ഓടുന്നത്. അപ്പം ആ സാധാരണ ജനങ്ങളെല്ലാം ഈശ്വരനായിട്ട് കാണുന്ന ആരെയാണ്? ജനകൻ. ജനകൻ എന്ന് പറഞ്ഞാൽ പിതാവ്, സൃഷ്ടികർത്താവ്, ഇങ്ങനെ ഏതർത്ഥവുമാകും. ജനക മഹാരാജാവാകാം. അപ്പം ജനങ്ങൾക്കെല്ലാം ഏതെല്ലോ വ്യക്തികളെ അവർ ചില വ്യക്തികളെ ദൈവമായിട്ട് കണ്ടിട്ട് അവരെ പിന്നാലെയാണ് പോകുന്നത്. അല്ലാതെ ബ്രഹ്മജ്ഞാനമൊന്നും ഉള്ളവർ അല്ല. ജനങ്ങൾ ഭൗതിക ലോകത്തിൽ ജീവിക്കുക, അവരെല്ലാം അങ്ങനെ അതിൻ്റെ പിന്നാലെയാണ്. ഞാനിവരെയാണോ ഭരിക്കുന്നത്? ഇപ്പം 2 ഗാർഗ്യൻ പറയുകയാണ്, സൂര്യമണ്ഡലത്തിലെ ഈശ്വരനെയാണ്, അല്ലെങ്കിൽ സൂര്യമണ്ഡലത്തിൻ്റെ പിന്നിൽ സൂര്യൻ ഏതിൽ നിന്നാണോ ഉണ്ടായത് ആ ഈശ്വരനെയാണ്, ആ പുരുഷനെയാണ് ഞാൻ ബ്രഹ്മമായി കാണുന്നത്. അതായത് നമ്മളിപ്പം കാണുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യനാണ്. ആ സൂര്യമണ്ഡലത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷം, ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞതാണ്. ആ സൂര്യമണ്ഡലത്തിൻ്റെ പിന്നിലുള്ള എല്ലാം തികഞ്ഞ ശക്തി ആയിട്ട് ഞാൻ ബ്രഹ്മത്തെ കാണുന്നു. അതൊരു വിശാല അർത്ഥത്തിലാണ്. പക്ഷേ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കണ്ടിട്ട് എല്ലാം നിർഗുണമായ ബ്രഹ്മത്തെ കണ്ടുപോയാൽ പിന്നെ ജനങ്ങളെ ഭരിക്കാനൊന്നും പറ്റില്ല. അയാൾ ഇട്ടെറിഞ്ഞ് പോകേണ്ടി വരും. അപ്പം അയാൾ പറഞ്ഞു, അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ആരെ സംബന്ധിച്ചിടത്തോളം, രാജാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ആ ശുഭവസ്ത്രധാരിയിൽ ഏറ്റവും വലിയ ശുഭവസ്ത്രധാരിയാണ് ഏറ്റവും വലിയ ശുഭവസ്ത്രം ധരിച്ചിരിക്കുന്ന. അപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കക്ഷീനെ ദൈവമായി കണ്ടുകൊണ്ട് ഓടുന്നുണ്ട്. അപ്പം അവസാനം ഇങ്ങനെ ഒരാളെ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, അയാൾ ശുഭവസ്ത്രം ധരിച്ചിരിക്കുന്നവനാണ്. അപ്പം സാധാരണ രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സൂര്യനെയൊന്നും അതിലെ ബ്രഹ്മത്തെയായിട്ട് കണ്ടിട്ട് കാര്യമൊന്നുമില്ല. സാധാരണ ജീവിതം നടക്കുന്ന ഭൗതിക ആൾക്കാർക്കെല്ലാം ഏതെങ്കിലും ഒരു ജനകനോ ആരെങ്കിലും ഉണ്ടാവും.
ഇല്ലേ ശുഭവസ്ത്രം ധരിച്ചിട്ട് ഒരു സന്യാസി പോലെ ജീവിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരാണ് ഏറ്റവും മഹാനായിട്ട് അവർ കാണുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇല്ലെങ്കിൽ ശുഭവസ്ത്രം, സൂര്യനിൽ നിന്ന് വരുന്ന ആ ശുഭവസ്ത്രം എന്നതെന്നാണ് സൂര്യൻ്റെ ആ പുതപ്പ്, ലോകത്തെ മുഴുവൻ മൂടുന്ന ആ പുതപ്പിനെയും വേണമെങ്കിൽ ശുഭവസ്ത്രമായിട്ട് കാണാം. അതെന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ഉപാസിച്ചാൽ മതി. അത് സൂര്യമണ്ഡലവും കടന്നിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതിൻ്റെ ശേഷ് സൂര്യമണ്ഡലത്തെയും കടന്നു പോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂര്യനെയല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മൾ സൂര്യനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ല. ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ ഇപ്പം തേങ്ങ ഉണങ്ങാനിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്കെന്ത് വേണം? സൂര്യനാടിയുള്ളതുകൊണ്ടൊന്നും കാര്യമില്ല. നല്ല ചൂടുണ്ടാവണം, നല്ല ചൂടുള്ള വെയിലുണ്ടാകണം. അതിലാണ് നമ്മൾ ഈശ്വരനെ ദർശിക്കുന്നത്. കാരണം നമുക്ക് വേണ്ട സാധിപ്പിച്ചു തരുന്ന അത് തന്നെയാണ്. അല്ല സൂര്യനെ ആര് ചിന്തിക്കുന്നു? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ആ ചൂടിൽ, ആ ശുഭ വെളിച്ചത്തിൽ, അത് വെളിച്ചമാണ് നമുക്ക് തരുന്നത്. അതിലെല്ലാം നമ്മൾ ഈശ്വരനെ ദർശിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ സൂര്യൻ എന്ന നിലയിൽ നമ്മളതിനെ ചിന്തിക്കുന്നില്ല. വെയിലുണ്ടോന്നേ നോക്കുന്നുള്ളൂ. മുറ്റത്ത് വെയിലുണ്ടോ, തേങ്ങയിട്ടിട്ടെത്തിയിരിക്കുന്ന വെയിലുണ്ടോന്നേ നോക്കുന്നുള്ളൂ. അല്ലാതെ സൂര്യനുണ്ടോ ആകാശത്തുണ്ടോ എന്നൊന്നും നമുക്കറിയണ്ട. സൂര്യൻ ഉണ്ടായാലും പറ്റിയിട്ടില്ല, ഇല്ലെങ്കിൽ പറ്റില്ല. നമ്മളെ മുറ്റത്ത് സാധനം ഇട്ടെടുത്ത് നല്ല വെയിലും വെളിച്ചമെല്ലാം വേണം, ആ വെളിച്ചം വേണം. അപ്പം ആ തരത്തിലാണ് ഞാൻ കാണുന്നത്. അപ്പം 3 ഗാർഗ്യൻ പറയുകയാണ്, ഞാൻ ചന്ദ്രമണ്ഡലത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ആ അന്തർയാമിയായ ഈശ്വരനെയാണ് ഉപാസിക്കുന്നത്. ഞാൻ ഉപാസിക്കുന്നത് അങ്ങാണ്. ആരെ? ചന്ദ്രമണ്ഡലത്തിലെ പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെ, അതിൽ ഈശ്വരനെ ദർശിക്കുകയാണ്. അല്ലാതെ ചന്ദ്രനല്ല അതിൻ്റെ നിസ്സാരക്കാരൻ, അതിൻ്റെ പിന്നിലുള്ള പുരുഷൻ ഉപാസിക്കുന്നു. അതാണ് ബ്രഹ്മമായിട്ട് കണ്ട് ഉപാസിക്കുന്നത്. പാശ്ചാത്യശത്രു പറഞ്ഞ അങ്ങനെയൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല, എനിക്കങ്ങനെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അന്നത്തിൻ്റെ പ്രാണനായി അതിനെ ഞാൻ ഉപാസിക്കുന്നു. അന്നത്തിൻ്റെ പ്രാണനായ അതിനെ, അന്നത്തിൻ്റെ പ്രാണനായ അതിനെ ഞാൻ ബ്രഹ്മമായി ഉപാസിക്കുന്നു. കാരണം ചന്ദ്രൻ ശരി തന്നെ, പക്ഷെ നമ്മൾ ചന്ദ്രൻ സ്വാധീനിക്കുന്നതിലാണ്. ഇവിടെയുള്ള കൃഷികളെല്ലാം ചന്ദ്രനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ജ്യോതിഷ പ്രകാരമുള്ളത്. അന്നം ഉണ്ടാകുന്നത്, പഴങ്ങൾ, ധാന്യങ്ങൾ. ആ അന്നത്തിലെ ശക്തിയാണ് നമ്മളെ ജീവനെ നിലനിർത്തുന്നത്. അപ്പം നമുക്ക് ചന്ദ്രൻ നോക്കേണ്ട ആവശ്യമില്ല. ചന്ദ്രൻ അവിടെ ഉണ്ടായാലും വേണ്ടിയില്ല. നമുക്കിവിടെ ചെടികൾ ഉണ്ടാകണം, ഫലങ്ങൾ ഉണ്ടാകണം, കായ്കൾ ഉണ്ടാകണം. അതിലുള്ള ശക്തിയാണ് നമ്മളെ ജീവനെ നിലനിർത്തുന്നത്. അപ്പം അന്നത്തിൻ്റെ അകത്തുള്ള ആ ശക്തി വിശേഷത്തെയാണ് നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നത്. ഈ പറഞ്ഞതിന് വേറെ തീർച്ചയായിട്ടും അന്നത്തിൻ്റെ ആത്മാവായിട്ട് നമ്മൾ ഉപാസിക്കുകയാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ ഏറ്റവും വലിയ കോടീശ്വരനെ ബ്രഹ്മമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടിക്ക് വേറെ എന്ത് പറയാം, ഞാൻ ഏറ്റവും പിച്ചക്കാരനെ ബ്രഹ്മമായിട്ട് കാണുന്നു. കാരണം എന്താണ്? എല്ലാം ബ്രഹ്മം തന്നെയാണ്. അപ്പം ഇദ്ദേഹം നിർഗുണമായ ബ്രഹ്മത്തെ, എല്ലാറ്റിലുമുള്ള ബ്രഹ്മത്തെ ദർശിക്കുമ്പോൾ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം അത് നോക്കേണ്ട ആവശ്യമില്ല. ഈ കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. ഇതിലുള്ളതിനെ ആരാധിച്ചാൽ മതി. അപ്പം 4 ഗാർഗ്യൻ പറയുകയാണ്, അന്തരാകാശത്തിലെ വിദ്യുത് മണ്ഡലത്തിൽ അന്തരാമിയായിരിക്കുന്ന ആ പുരുഷനും പ്രകൃതി ഏതിൽ നിന്നാണോ, പുരുഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും അതിൽ നിന്നാണ് വിദ്യുത്തെല്ലാം ഉണ്ടായിരിക്കുന്നത്. ആ പുരുഷനെ ഞാൻ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു, അതിനെ ബ്രഹ്മമായി കണ്ട് ഉപാസിക്കുന്നു. അപ്പം അജാതശത്രു പറഞ്ഞു, രാജാവ് പറഞ്ഞു, അങ്ങനെയൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അതിൻ്റെ തേജസ്സിനെ ആത്മാവായി കണ്ടിട്ട് ഉപാസിക്കുന്നു. ഈ വിദ്യുത്തിൻ്റെ പിന്നിലുള്ള തേജസ്. നമുക്കിപ്പം വിദ്യുത്തൊന്നും ആവശ്യമില്ല. നമുക്കെന്താണ് ആവശ്യം? നമുക്ക് അതിൻ്റെ അകത്തുള്ള ശക്തി വിശേഷം, വൈദ്യുതിയുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല ഉപകരണങ്ങളും. വൈദ്യുതി എന്ന നിലയിലല്ല, അത് നമ്മളെ ഇതിലൂടെ പോകുമ്പോൾ ചൂടാക്കി തരും, തണുപ്പ് എന്തെല്ലാം ചെയ്തു തരും. ആ തേജസ്സിനെയാണ് ഞാൻ
ഉപാസിക്കുന്നത്. നമ്മൾ ഇദ്ദേഹം എപ്പോഴും പ്രാക്ടിക്കൽ ബൗദ്ധികവുമായിട്ട് നിലയിലാണ് അതിനെ കാണുന്നത്. മറ്റേ കക്ഷി ഗാർഗ്യൻ അതിൻ്റെ പിന്നിലുള്ള ഇതിനെല്ലാം തിരിച്ചിട്ട് അതിൻ്റെ പിന്നിലുള്ള പുരുഷൻ ബ്രഹ്മത്തെ. ഇനിയോ 5 പറയുകയാണ്, ആകാശത്ത് കാണുന്ന മേഘങ്ങൾക്ക് പിന്നിലെ ആ പുരുഷനെ, അതിൻ്റെ അന്തരാമിയായിരിക്കുന്ന പുരുഷനെ ഞാൻ ബ്രഹ്മത്തെ ദർശിക്കുന്നു. അപ്പോൾ അജാതശത്രു പറഞ്ഞു, അങ്ങനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലെ ശബ്ദത്തെ, മേഘത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇടിമിന്നലിലുള്ള ശബ്ദത്തിൽ ഞാൻ ആത്മാവിനെ കാണുന്നു, ആ ബ്രഹ്മത്തെ കാണുന്നു. കാരണം നമുക്ക് മേഘത്തെ കാട്ടി ഒരു ഇടിമിന്നൽ, മേഘത്തെ കാട്ടിയല്ല നമ്മൾ ദർശിക്കുന്നത്. എപ്പോഴാണ് മേഘത്തെ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നില്ല. അത് ഇടിമിന്നലായിട്ട് പ്രവഹിക്കുമ്പോഴാണ് നമ്മൾ ആകാശം ഭയങ്കര ഇടിമിന്നൽ മേഘത്തു നിന്ന് വരുന്നത്. അതിനെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇദ്ദേഹം ആ മേഘത്തിൻ്റെ പിന്നിലുള്ള മറ്റേ ശക്തിനെയാണ് ഉപാസിക്കുന്നത്. അവരുടെ ശബ്ദത്തിൻ്റെ ആത്മാവായിട്ട് നമ്മളതിനെ ഉപാസിക്കുന്നു. 6 ഇദ്ദേഹം പറയുകയാണെങ്കിൽ, ഞാൻ ആകാശമണ്ഡലത്തിൻ്റെ അന്തരാമിയായ ഈശ്വരനെ ഞാൻ ബ്രഹ്മമായി ഉപാസിക്കുന്നു. ഗാർഗ്യൻ പറയുകയാണ് 6 ആകാശത്തിൻ്റെ പിന്നിൽ അന്തരാമിയായിരിക്കുന്ന ആ ബ്രഹ്മത്തെ ഞാൻ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ രാജാവ് പറയുകയാണ്, അത് പ്രവൃത്തിശൂന്യമായ ബ്രഹ്മമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ആകാശം അങ്ങനെ നിശ്ചലമായിട്ടിരിക്കുകയാണ്. ആകാശം എന്ന് പറയുന്നത്, പക്ഷേ നമ്മുടെ ഇവിടെ പഞ്ചഭൂതങ്ങളിൽ ആകാശത്തെ പറ്റിയാണ് പറയുന്നത്. ഇനി പഞ്ചഭൂതങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഓരോ പഞ്ചഭൂതത്തിലെ ഓരോന്നിനെയും ഞാൻ അതിലെ ബ്രഹ്മത്തെ, അതിൻ്റെ പിന്നിലുള്ള പുരുഷനെ ഞാൻ ബ്രഹ്മമായി കാണുന്നു എന്ന് പറയുമ്പോൾ ആകാശത്തെ വരുന്നു. ആകാശം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗോളങ്ങളെല്ലാം കൂടിയതാണ്. അതങ്ങനെ ഒരു സ്ഥിരമായിട്ട് അങ്ങനെ ഒരു സിസ്റ്റം അവിടെ കിടക്കുകയാണ്. അതിന് വലിയ പ്രവൃത്തി നമ്മളൊന്നും പ്രവൃത്തിയാക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ആ ശക്തിവിശേഷത്തെ പഞ്ചഭൂതങ്ങളിലെ ആകാശം എന്ന നിലയിൽ നമ്മൾ ഉപാസിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അതാണ് നമ്മളെ ജനിപ്പിക്കുന്നതും നമ്മളെ പാരമ്പര്യത്തിന് നമ്മളെ കുട്ടികൾ ഉണ്ടാകുന്നതിനെല്ലാം പിന്നിലുള്ളത് ജ്യോതിർഗോളങ്ങളാണ്. ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം നയിച്ചു കൊണ്ടുപോകുന്നത്. ആ നിലയിലുള്ള ആകാശത്തെ നമ്മൾ ഉപാസിക്കുന്നു. കാരണം അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സന്താനങ്ങളെല്ലാം അകാല മൃത്യുവൊന്നും മരിക്കില്ല. ആകാശമാണ്, ആകാശത്തിലെ ഗോളങ്ങളാണ് നമ്മളെ ജനനത്തിനും ദീർഘായുസിനും എല്ലാം പിന്നിലുള്ളത്. ആ നിലയിലാണ് ഞങ്ങളതിനെ ഉപാസിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും ഭൗതിക ലോകമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നിലയിലാണ് ഉപാസിക്കുന്നത്. അപ്പം ഗാർഗ്യൻ പറയുകയാണ് 7 വായുമണ്ഡലത്തിൻ്റെ പിന്നിൽ ഇരിക്കുന്ന ആ അദൃശ്യമായ അന്തരാമിയായിരിക്കുന്ന ആ ഈശ്വരനെ, അല്ലെങ്കിൽ ആ പുരുഷനെ ഞാൻ ബ്രഹ്മമായി കണ്ടു ഉപാസിക്കുന്നു. അപ്പം ഗാർഗ്യൻ പറയുന്നു, ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. വായു എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. ഇന്ദ്രൻ എന്ന നിലയിൽ വായുവിനെ കണ്ടിട്ടാണ് ഞാൻ ഉപാസിക്കുന്നത്. അത് വൈകുണ്ഠമാണ്. ഇന്ദ്രനാകുമ്പോൾ ഒരിക്കലും തോൽവി സംഭവിക്കില്ല. അദ്ദേഹം വീരസേനനാണ്. അതുകൊണ്ട് ആ നിലയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും പരാജയം വരില്ല. എൻ്റെയൊക്കെ ശത്രുക്കളെ തോൽപ്പിക്കാൻ പറ്റും. അപ്പം വായു എന്ന നിലയിലല്ല ഞാൻ ഉപാസിക്കുന്നത്, ഇന്ദ്രൻ എന്ന നിലയിലാണ് ഞാൻ ഉപാസിക്കുന്നത്. ഇന്ദ്രനെ ഉപാസിച്ചു കഴിഞ്ഞാൽ രാജാവെന്ന നിലയിൽ എനിക്ക് എല്ലാവരെയും ജയിക്കാം, എനിക്ക് ശത്രുക്കളെയെല്ലാം കീഴടക്കാം. പക്ഷേ ഗാർഗ്യനെ ശത്രുക്കളെ ഒന്നും കീഴടക്കാനില്ല. ഈ ലോകം തന്നെ ത്യജിച്ചു ചിന്തിക്കുന്നവനാണ്. അവന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവന് നിർഗുണ ബ്രഹ്മത്തിൻ്റെ രൂപത്തിലാണ് ഉപാസിക്കുന്നത്. അപ്പോൾ ആകാശം, വായു പറഞ്ഞു. ഇനി അഗ്നി. ഗാർഗ്യൻ പറയുകയാണ്, അഗ്നിക്ക് പിന്നിലെ ആ അദൃശ്യമായ പുരുഷനെ ഞാൻ ബ്രഹ്മമായി ഉപാസിക്കുന്നു. അഗ്നിക്ക് പിന്നിലുള്ള ആ നിർഗുണമായ ബ്രഹ്മം.
ഏതിൽ നിന്നാണോ അഗ്നി ഉണ്ടായത് ആ ബ്രഹ്മം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അഗ്നിയെ ഞാൻ നമ്മുടെ വിഷയങ്ങളെല്ലാം സാധിപ്പിച്ചു തരുന്ന ശക്തി എന്ന നിലയിൽ ഭാവത്തിലാണ് ഉപാസിക്കുന്നത്. അഗ്നി ഉപയോഗിച്ചിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും സാധിപ്പിക്കുന്നത്. ഏത് കർമ്മം ചെയ്യണമെങ്കിലും അഗ്നി അല്ലെങ്കിൽ ഊർജം വരണം. ആ ശക്തി വിശേഷത്തെ നിലയിലാണ് ഞാൻ ഉപാസിക്കുന്നത്. ഇങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഉണ്ടാകുന്ന അക്രമങ്ങളെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതായത് അക്രമം അല്ലെങ്കിൽ തടസ്സങ്ങൾ, ശത്രുത, നമ്മുടെ എല്ലാ പ്രതിബന്ധങ്ങളെയും തടസ്സങ്ങളെയും നീക്കുവാൻ നമ്മൾ അഗ്നിയെയാണ് ആശ്രയിക്കുന്നത്. ഇനി 9 അപ്പം ആകാശം, വായു, അഗ്നി. ഇനി ജലം. ഈ ജലത്തിൻ്റെ പിന്നിലുള്ള ആ പുരുഷനെ, ഈശ്വരനെ, അന്തർലീനമായിരിക്കുന്ന ആ ഈശ്വരനെയാണ് ഞാൻ ബ്രഹ്മമായിട്ട് ഉപാസിക്കുന്നത്. അദ്ദേഹം ഈ കാണുന്നതിലെല്ലാം ബ്രഹ്മത്തെ ദർശിക്കുകയാണ്. ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ബ്രഹ്മത്തെ ദർശിക്കുകയാണ് ആര്? ഗാർഗ്യൻ. പക്ഷെ നമുക്കങ്ങനെ ദർശിക്കാൻ പറ്റില്ല, രാജാവിന് പ്രത്യേകിച്ച്. അപ്പോൾ ഗാർഗ്യൻ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ദർശിക്കുന്നില്ല, ഈ ജലമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവായിട്ട് വർത്തിക്കുന്നത്. ജലമുണ്ടെങ്കിലേ ജീവജാലങ്ങൾക്കെല്ലാം നിലനിൽപ്പുള്ളൂ. ആ നിലയിലാണ് ഞാൻ അതിനെ ഉപാസിക്കുന്നത്. ജീവജാലങ്ങളുടെ എല്ലാം ആത്മാവെന്ന നിലയിലാണ് ഞാൻ ഈ ജലത്തെ ഉപാസിക്കുന്നത്. അല്ലാതെ അതിൻ്റെ പിന്നിലുള്ള ജലം ഏതിൽ നിന്നുണ്ടായ ആ ബ്രഹ്മത്തെയല്ല ഞാൻ ഉപാസിക്കുന്നത്. അപ്പോൾ നാമധാരിയായിട്ട് ജലം പല രൂപത്തിൽ പല ജീവജാലങ്ങളായിട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ജലമുണ്ടെങ്കിൽ ജീവജാലങ്ങൾ, പലതരം നാമത്തിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ നിരത്തിൽ ജലത്തിൻ്റെ പിന്നിലുള്ള ആത്മാവെന്ന രീതിയിലാണ് ഞാൻ അതിനെ ഉപാസിക്കുന്നത്. ഇനി 10. അപ്പം ഗാർഗ്യൻ പറയുകയാണ്, ഞാൻ ദർപ്പണത്തിൻ്റെ പിന്നിലെ ആ പുരുഷനെ, ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടിയുടെ പിന്നിലെ പുരുഷനെയാണ് ഞാൻ ഈശ്വരനായിട്ട് കാണുന്നത്. ഇവിടെയാണ് നാരായണ ഗുരുസ്വാമി ഈ തത്വമാണ് എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. ബിംബം വേണം. പലവരെ പല ബിംബം ഉണ്ടാക്കുമ്പോൾ നാരായണ ഗുരുസ്വാമി കല്ലെടുത്ത് കൊടുത്തിട്ട് വേണം ഈ കല്ലിൽ നീ ഈശ്വരനെ ദർശിച്ചോളുന്നു. കാരണം എല്ലാത്തിലും എന്തുണ്ട്? ബ്രഹ്മമുണ്ട്. പിന്നെ കണ്ണാടി എടുത്തു കൊടുത്തു, ഈ കണ്ണാടിയിലെ തന്നെയാണ്. അപ്പം കണ്ണാടി എന്താണ്? കണ്ണാടിയിലും ബ്രഹ്മത്തെ തന്നെയാണ് ദർശിക്കേണ്ടത്. അപ്പം ഗാർഗ്യൻ കണ്ണാടിയിൽ ദർപ്പണത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തി, ദർപ്പണം ഉണ്ടായ ഏതിൽ നിന്നാണ്? ബ്രഹ്മത്തിൽ നിന്നാണ്. ആ നിലയിൽ അതിനെ ദർശിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നതിന് അങ്ങനെ ദർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ അതിലുള്ള പ്രതിരൂപത്തെയാണ് ദർശിക്കുന്നത്, പ്രതിരൂപത്തിൻ്റെ ഭാവത്തിലാണ് ദർശിക്കുന്നത്. കാരണം നാരായണ ഗുരുസ്വാമി കൊടുത്തതിലുള്ള വേറൊരു അർത്ഥമുണ്ട്. ആ പ്രതിബിംബത്തിലൂടെ നാം നമ്മളെ തന്നെ ദർശിക്കുക, ആ അർത്ഥവുമുണ്ട്. സാധാരണക്കാരനോട് പറയുകയാണ്, ഈശ്വരനെ ദർശിക്കണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാൽ മതി. കണ്ണാടിയിൽ നോക്കി ആരെ കാണും? നമ്മളെ തന്നെയാണ് കാണുന്നത്, നമ്മൾ തന്നെയാണ് ഈശ്വരൻ. അതിൽ സാധാരണക്കാരനുള്ള അർത്ഥം. ഗാർഗ്യൻ ആ പ്രതിബിംബത്തിലല്ല ദർശിക്കുന്നത്, കണ്ണാടി തന്നെ എന്താണ്? ബ്രഹ്മമാണ്. കല്ല് ബ്രഹ്മമാണ്, ചക്ക ബ്രഹ്മമാണ്, എല്ലാം ബ്രഹ്മം തന്നെയാണ്. ചക്കയായിട്ടും മാങ്ങയായിട്ടും കണ്ണാടിയായിട്ടും മാറി. ആ നിലയിലാണ് ഗാർഗ്യൻ ചിന്തിക്കുമ്പോൾ ഇവിടെ കണ്ണാടി സാധാരണ നിലയിലാണ്, ആ പ്രതിബിംബത്തെ രൂപത്തിലാണ് ഞാൻ ദർശിക്കുന്നത്. ആ പ്രതിബിംബം ആരെയാണ്? എൻ്റെ തന്നെയാണ്. അപ്പം ഞാൻ തന്നെയാണ് ബ്രഹ്മം. ആ നിലയിലാണ് ഞങ്ങൾ ദർശിക്കുന്നത്. പ്രതിരൂപമായിട്ട് നമ്മളതിനെ ദർശിക്കുന്നു. ഇനി 11 ഗാർഗ്യൻ പറയുകയാണ്, പ്രതിധ്വനിയിൽ നിഹിതമായ പ്രതിധ്വനി ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷത്തെ ഞാൻ, പുരുഷനെ ഞാൻ ബ്രഹ്മമായി കാണുന്നു. ഒരു പ്രതിധ്വനി, നമ്മൾ ശബ്ദം അവിടെ പോയിട്ട് തിരിച്ചു വരിക. അപ്പം അതിൻ്റെ പിന്നിൽ ആ പോയി തിരിച്ചു വരുന്ന ആ സംഗതി എന്ത് തന്നെയാണ്? ബ്രഹ്മം തന്നെയാണ്.
ബ്രഹ്മം തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്, ബ്രഹ്മം തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ആ നിലയിൽ ഞാൻ അതിൽ ബ്രഹ്മത്തെ ദർശിക്കുമ്പോൾ ഗാർഗ്യൻ അജാതശത്രു പറയുന്നു, അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഞാനതിൻ്റെ പ്രതിബിംബത്തെയാണ്, പ്രതിധ്വനിയിലാണ് ഞാൻ ആ ദിവ്യത്വം കാണുന്നത്. എന്തുകൊണ്ടാണ്? ആ പ്രതിധ്വനി എന്താണ്? പോയ ശബ്ദം തന്നെയാണ് പ്രതിധ്വനി. നമുക്ക് ചിലപ്പോൾ പ്രതിധ്വനിയുടെ ആവശ്യം ഉണ്ടാകും. നമുക്ക് കേൾക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെല്ലാം പ്രതിധ്വനിയിലൂടെ കേൾക്കും. അപ്പുറത്തെ ഒരു കുന്നിൻ്റെ വില മറിഞ്ഞു കിടക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോൾ അത് പോയി തട്ടിയിട്ട് നമ്മളടുത്തേക്ക് വരും. നമുക്ക് നേരിട്ട് കേൾക്കാൻ പറ്റില്ല, മറിഞ്ഞ് അതിൻ്റെ ഇടക്കെന്തെല്ലാം തട്ടിയുണ്ട്. പക്ഷെ എവിടെയെങ്കിലും തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ആ രൂപത്തിൽ പ്രതിധ്വനി, ആ ശബ്ദം തന്നെയാണ് ഈ ശബ്ദം, പക്ഷെ എന്താണ്, അത് തിരിച്ചു വരുന്ന പ്രതിധ്വനിയാണ്. ആ രൂപത്തിലാണ് നമ്മളത് ഉപാസിക്കുന്നത്. അതിലൂടെ നമുക്ക് എന്ത് പറ്റുന്നു? നമുക്ക് അദ്വൈത ചിന്തയുണ്ടാകുന്നു. രണ്ടും ഒന്നാണെന്നുള്ള ചിന്ത നമുക്ക് ഉടലെടുക്കുന്നു. ഈ തരത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒന്നാണെന്ന്. കാരണം എൻ്റെ ശബ്ദം തന്നെയാണ് തിരിച്ചു വരുന്നത്. രണ്ടും എന്ത് തന്നെയാണ്? ഒന്ന് തന്നെയാണ്. ഒന്നായതിനെ രണ്ടായി പിരിഞ്ഞാലും അതിൽ ഒന്നിനെ തന്നെ ദർശിക്കുവാൻ അതിലൂടെ സാധിക്കുന്നു എന്ന് അജാതശത്രു പറയുകയാണ്. ഇനി 12 പറയാണ്, ഒരു വ്യക്തി ഇങ്ങനെ ചലിക്കുമ്പോൾ അവൻ്റെ പാദധ്വനിയിൽ ഉള്ള ശബ്ദത്തിൽ അവൻ ചലിക്കുമ്പോഴുള്ള അവൻ്റെ പാദധ്വനിയിൽ നിന്നും ഉണ്ടാകുന്ന ശബ്ദത്തിൽ ഞാൻ ബ്രഹ്മത്തെ ദർശിക്കുന്നു. എന്തിലും അദ്ദേഹം ബ്രഹ്മത്തെയാണ് ദർശിക്കുക. ഒരു പട്ടി ഉണ്ടെങ്കിൽ അതിലും ബ്രഹ്മത്തെ ദർശിക്കുക, ഒരു പൂച്ച ഉണ്ടെങ്കിൽ അതിലും ശ്രദ്ധിക്കുക, ഒരാൾ തുമ്മിയാണെങ്കിൽ അതിലും ഗാർഗ്യൻ ബ്രഹ്മത്തെ ദർശിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരാളെ ശക്തിയിൽ നടക്കുമ്പോൾ അയാളുടെ പാദധ്വനിയിൽ ഞാൻ ബ്രഹ്മത്തെ ദർശിക്കുമ്പോൾ ഞാനതിനെ പ്രാണരൂപത്തിലാണ് ഉപാസിക്കുന്നത് എന്ന് പറയുന്നത്. പ്രാണനാണ് വ്യക്തിക്ക് ചലനത്തിന് പിന്നിലുള്ള ശക്തി. ആ പ്രാണനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. പ്രാണനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് കിട്ടും? ദീർഘായുസ് കിട്ടും. നമ്മളെ പ്രാണൻ എത്ര കാലം നിലനിൽക്കുന്നു അത്രയും നേരം നമുക്ക് ആയുസ്സുണ്ട്. അപ്പം പ്രാണനെ ഉപാസിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദീർഘായുസ് കിട്ടും. പക്ഷേ ഗാർഗ്യനെ സംബന്ധിച്ചിടത്തോളം ദീർഘായുസിൻ്റെ ഒന്നും ചിന്ത ചെയ്യില്ല. കാരണം അവർക്ക് മരണമില്ല, അവർ ബ്രഹ്മസാക്ഷാത്കാരം നേടുകയാണ്. പക്ഷേ നമ്മൾ രാജാക്കന്മാർക്കെല്ലാം, നമുക്കും അല്ലെങ്കിൽ ഈ രാജാവിന് ദീർഘായുസ് ആവശ്യമാണ്. അതുകൊണ്ട് പ്രാണനെയാണ് ഞാൻ ഉപാസിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഛായയിലുള്ള രൂപത്തെ ഞാൻ ഉപാസിക്കുന്നു. ഒരു വ്യക്തിയിലെ ഛായ, നിഴലുണ്ടാകുമ്പം ആ നിഴലിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷത്തിൽ ഞാൻ ബ്രഹ്മത്തെ ദർശിക്കുന്നു. ആര് പറയാണ്? ഗാർഗ്യൻ. എല്ലാം ബ്രഹ്മമാണല്ലോ, നിഴലും എന്താണ്? ബ്രഹ്മമാണ്. ആ നിലയിൽ ഞാൻ ദർശിക്കുന്നു. അങ്ങേക്കെല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിച്ചാൽ മതി. ഈ ലോക കാര്യത്തിലൊന്നും ഒരു കാര്യമായി അങ്ങേർക്കില്ല. അതാണ് ബ്രാഹ്മണരുടെ ലക്ഷണം. ഈ ലോകത്തിലുള്ള ഒരു സംഭവത്തിലും അവർക്ക് താല്പര്യമില്ല. കാണുന്ന ഛായ ആയാലും നിഴലായാലും എല്ലാം അയാളെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മമാണ്. പക്ഷേ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം രാജാവ് എന്താ പറയുന്നത്? ആ ഛായയിൽ ഞാൻ മൃത്യുവെയാണ് ദർശിക്കുന്നത്. ഞാൻ ആക്ച്വലുള്ളതാണ്. മറ്റേത് നിഴലെന്ന് പറഞ്ഞാൽ എൻ്റെ മൃത്യുവാണ്. എന്നെ പിന്തുടരുന്ന മൃത്യുവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ പിന്തുടരുന്ന മൃത്യുരൂപത്തിലാണ് ഞാൻ അതിനെ ഉപാസിക്കുന്നത്. അപ്പം മൃത്യുയെ ഉപാസിച്ചു കഴിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? അകാല ചരമം സംഭവിക്കുകയില്ല. അങ്ങനെ മൃത്യുവിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകാല ചരമം വരില്ല. അപ്പം എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ദീർഘായുസ് വേണം, എല്ലാം വേണം, മഴ വേണം, എല്ലാം വേണം. ഭൗതിക ലോകത്തിൽ നമുക്കിതെല്ലാം വേണ്ടത്. ഗാർഗ്യന് വേണ്ടത് ബ്രഹ്മസാക്ഷാത്കാരമാണ്. ബാക്കിയൊന്നും വേണ്ട, എല്ലാം ബ്രഹ്മമാണ്. ഇനി 14 ഗാർഗ്യൻ പറയുകയാണ്, പുരുഷ ശരീരത്തിലുള്ള ആ പുരുഷനെ ഞാൻ ബ്രഹ്മമായിട്ട് കാണുന്നു. അപ്പോൾ ഇദ്ദേഹം പറയാണ്, പുരുഷ ശരീരത്തിലുള്ള ആ പുരുഷനെ ഞാൻ
പ്രജാപതിയായിട്ടാണ് കാണുന്നത്. കാരണം പ്രജാപതിയിൽ നിന്നാണ് ഈ സൃഷ്ടിയെല്ലാം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങ് പുരുഷൻ്റെ അകത്ത് ഏത് പുരുഷൻ്റെ ഉള്ളിലും ബ്രഹ്മത്തെ ദർശിക്കുമ്പോൾ ഞാൻ പുരുഷന്മാരെയെല്ലാം കാണുമ്പോൾ പ്രജാപതിയെ പറ്റിയാണ് ചിന്തിക്കുന്നത്. കാരണം പ്രജാപതിയിലൂടെയാണ് ഇങ്ങനെ പലതരത്തിലുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സമൃദ്ധി, സന്താനങ്ങൾ, മൃഗങ്ങളെല്ലാം സമൃദ്ധമായി അങ്ങനെ പ്രജാപതിയിലൂടെ ചിന്തിക്കുമ്പോൾ എനിക്ക് വേണ്ടത് എന്താണ്? ഇവിടെ കണ്ടമാനം മനുഷ്യരുണ്ടാകണം, സന്താനങ്ങൾ ഉണ്ടാകണം, മൃഗങ്ങൾ ഉണ്ടാകണം, ചെടികളുണ്ട്. കാരണം എല്ലാം പ്രജാപതിയിൽ നിന്നുണ്ടായതാണ്. അപ്പം പ്രജാപതി എന്ന നിലയിൽ ഞാൻ ഉപാസിക്കുമ്പോൾ എനിക്ക് കുറേ മൃഗങ്ങളിൽ അതും ഇതുമെല്ലാം സമ്പന്നമായിരിക്കും. ഇനി 15. ഇപ്പം 15 ഗാർഗ്യൻ പറയുകയാണ്, പ്രാണരൂപിയായ ആത്മാവ്, നമ്മളുടെ ആത്മാവ് സുഷുപ്തിയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകുന്ന രൂപത്തിൽ ഞാൻ ബ്രഹ്മത്തെ ദർശിക്കുന്നു. ബ്രഹ്മമാണ് സുഷുപ്തി അവസ്ഥയിൽ നിന്ന് സ്വപ്നാവസ്ഥയിലേക്കെല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ശക്തി വിശേഷം. ഒരു മായയിലൂടെ ബ്രഹ്മം ഒരു മനുഷ്യനായി അവൻ്റെ സുഷുപ്തിയിൽ നിന്ന് ഗാഠമായി ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് സ്വപ്നാവസ്ഥയിൽ വന്ന് പിന്നെ കർമ്മം ചെയ്യുക, ജാഗ്രതാവസ്ഥയിലേക്ക് വന്ന് പിന്നെ മരണം കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഇതിൻ്റെ പിന്നിലുള്ള ശക്തിവിശേഷം എന്ന രൂപത്തിൽ ഞാൻ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനതിനെ യമൻ്റെ രൂപമായി കണ്ട് ആരാധിക്കുന്നു. യമനാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ഇങ്ങനെ ജനിപ്പിച്ചിട്ട് അവസാനം കൊണ്ടുപോയിട്ട് മരണത്തിലേക്ക് കൊണ്ട് തള്ളുന്നത്. അപ്പം യമനെ ആരാധിച്ചു കഴിഞ്ഞാൽ ഞാൻ യമനെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ദീർഘായുസ് കിട്ടും. എനിക്ക് ദീർഘായുസ് വേണം. മറ്റവർ ഇതെല്ലാം ഇങ്ങനെ ജനിച്ച് മരിക്കുന്ന ഈ തരത്തിൽ ഇതെല്ലാം ബ്രഹ്മത്തിൻ്റെ കളിയാണ് എന്ന നിലയിൽ ഗാർഗ്യൻ കാണുമ്പോൾ ഇദ്ദേഹം ഇത് യമൻ്റെ പരിപാടിയാണ്, കാലൻ്റെ പരിപാടിയാണ്, എന്നെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്നെ തട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ യമനെ ആരാധിക്കുകയാണ്. ഇതിന് പെട്ടെന്നൊന്നും എന്നെ തട്ടിക്കളയരുത് എന്ന നിലയിൽ ഞാൻ ഉപാസിക്കുന്നു. ഇനി 16 ഗാർഗ്യൻ പറയാണ്, ഞാൻ വലത് കണ്ണിലെ പുരുഷനായിട്ട്, ഈ വലത് കണ്ണിൻ്റെ പിന്നിലുള്ള ആ പുരുഷൻ, ആ ശക്തി വിശേഷമായിട്ട്, വലത് കണ്ണ് വന്നു കഴിഞ്ഞാണ് ബ്രഹ്മം തന്നെയാണ്. അതിൻ്റെ പിന്നിലെ പുരുഷൻ, ഏതിൽ നിന്നാണോ കണ്ണുണ്ടായത് ആ നിലയിൽ ബ്രഹ്മത്തെ കാണുമ്പോൾ ഞാനതിനെ, അപ്പോൾ ഗാർഗ്യൻ അജാനശത്രു പറയുകയാണ്, രാജാവ് പറയുകയാണ്, അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനതിനെ നാമം, വലത്തെ കണ്ണ്, അഗ്നി, ഊർജം, വെളിച്ചം കടത്തിവിടുന്ന ഒരു സാധനം, ജ്യോതിസ്, പ്രകാശം, ഈ എന്നിവയെല്ലാം രൂപത്തിൽ ആത്മാവായിട്ട് കണ്ട് ഈശ്വരനായിട്ട് കണ്ട് ഞാൻ അതിനെ ഉപാസിക്കുന്നു. കാരണം എനിക്ക് കണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച കിട്ടണം, വെളിച്ചം കിട്ടണം, അതിൻ്റെ അകത്ത് അഗ്നിയുണ്ട്, അതിന് എന്നിട്ട് പേരുണ്ട്, വലതേ കണ്ണെന്നുള്ള പേരുണ്ട്, അതിൽ ജ്യോതിസുണ്ട്, കാണാനുള്ള കഴിവുകളെല്ലാം തരുന്നുണ്ട്. ആ രൂപത്തിൽ ഞാൻ അതിനെ ആത്മാവായി കണ്ട് ഉപാസിക്കുന്നു. അല്ലാതെ മറ്റേ തരത്തിൽ കാണേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇനി 17 ഇടത്തെ കണ്ണിൻ്റെ ഗാർഗ്യൻ പറയുകയാണ്, ഇടത്തെ കണ്ണിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷത്തെ, അല്ലെങ്കിൽ ആ ഈശ്വരനെ, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പുരുഷനെ ഞാൻ ബ്രഹ്മമായി കണ്ട് ഉപാസിക്കുന്നു എന്ന് പറയുമ്പോൾ അജാനശത്രു പറയുകയാണ്, അങ്ങനെ രാജാവ് പറയുകയാണ്, അങ്ങനെയൊന്നും കാണേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനത് സത്യം, കാരണം കണ്ണിലൂട്ടിയാണ് സത്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത്. അപ്പോൾ സത്യം, തേജസ് പ്രകാശം, വിദ്യുത് രൂപത്തിലുള്ള വെളിച്ച സിഗ്നൽ പൾസുകളാണല്ലോ ഉണ്ടാക്കുന്നത്, എന്നിവിടെ രൂപത്തിലുള്ള ആത്മാവായിട്ട് കണ്ടിട്ട് ഞാൻ അതിനെ ഉപാസിക്കുകയാണ്. എനിക്ക് കണ്ണ് എന്ന് പറഞ്ഞാൽ, ഇടത്തെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത് സത്യം തെളിയിൽ കാണിച്ചു തരും, തേജസ്സുള്ളതാണ്, വിദ്യുത് രൂപത്തിലാണ് അതെല്ലാം ആക്ട് ചെയ്യുന്നത്. ആ രൂപത്തിൽ ഞാൻ ആത്മാവായി കണ്ട് അതിനെ ഉപാസിക്കുകയാണ്. അല്ലാതെ അതിൻ്റെ പിന്നിലുള്ള നിർഗുണമായ ബ്രഹ്മത്തിലേക്കൊന്നും എൻ്റെ ചിന്ത പോകുന്നില്ല. അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും ആത്മാവായിത്തീരും എന്ന് പറയുകയാണ്.
എല്ലാവരിലൂടെയും ആ നിലയിൽ എനിക്ക് എല്ലാവരെയും ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. രാജാവാണ്, എല്ലാവരുടെയും പ്രതിനിധിയായിട്ട് തുല്യമായി കണ്ടുകൊണ്ട് സത്യത്തിനനുസരിച്ച് നീതി നടപ്പാക്കിയിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും എൻ്റെ നാമം സ്ഥാപിക്കപ്പെടുന്നതിന് അതെന്നെ സഹായിക്കും. ഇനി 18 ഇത്രയും പറഞ്ഞപ്പോൾ അപ്പം ഗാർഗ്യൻ ഏത് തരത്തിലാണോ എല്ലാത്തിനും ബ്രഹ്മത്തെ ദർശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്ന ആ തരത്തിലൊന്നും വേണ്ട, എനിക്ക് ഭൗതിക നിലയിൽ കണ്ടാണ്. അതായത് എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കുക എന്ന് പറയുന്നത് സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും ആവശ്യമില്ല. ഇങ്ങനെ ചക്കയും മാങ്ങ എല്ലാം ബ്രഹ്മം എങ്ങനെയാണ് ദർശിക്കാൻ പറ്റുന്നത്? അത് ഈ ലോകം ഉപേക്ഷിക്കുന്നവർക്കേ അങ്ങനെ ചിന്തിക്കാൻ പറ്റും. അല്ലാതെ രാജാവിന് ഇങ്ങനെയൊന്നും പറ്റില്ല. രാജാവിനെല്ലാം അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട്. ആ തരത്തിൽ തന്നെ കണ്ടു ഉപാസിക്കുകയാണ്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ പിന്നെ ഗാർഗ്യന് വരെയൊന്നും പറയാനില്ല. അപ്പോൾ അജാതശത്രു ചോദിച്ച്, അങ്ങേക്ക് ബ്രഹ്മജ്ഞാനം ഇത്ര മാത്രമേ ഉള്ളൂ? ഇത്രയും അങ്ങേക്ക് അറിയാവോ? അങ്ങേക്കൊരു കാര്യമാവും, ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ്. കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ അറിവ് തീർന്നു. അപ്പം ഗാർഗ്യൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ, എനിക്കിത്ര മാത്രമേ അറിയാൻ പറ്റുള്ളൂ, കാണുന്നതെല്ലാം ബ്രഹ്മമാണ്, അത്ര ജ്ഞാനമേ എനിക്കുള്ളൂ. അപ്പം അജാതശത്രു പറയാണ്, അങ്ങ് തരാമെന്ന് പറഞ്ഞ ബ്രഹ്മോപദേശം വെറുതെയായി. അങ്ങെനിക്ക് ബ്രഹ്മോപദേശം തരാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങേരുടെ അടുത്ത് ഇത്രയേ ഉള്ളൂ, എൻ്റെ അടുത്ത് അങ്ങ് അതിൽ കൂടുതലുണ്ട്, വെറുതെയായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ എല്ലാറ്റിൻ്റെയും അങ്ങ് പറഞ്ഞ ഈ എല്ലാറ്റിൻ്റെയും കർത്താവ് ആരാണെന്ന് അറിയേണ്ടതുണ്ട്. അങ്ങ് എന്തിനെയെല്ലാം പറ്റി പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കർത്താവ് ആരാണ് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഗാർഗ്യൻ പറയുകയാണ്, ഇങ്ങേർക്ക് അങ്ങേരെക്കാട്ടിയും ബുദ്ധിയുണ്ടെന്ന് ഇങ്ങേർക്ക് മനസ്സിലായി, ഞാൻ അങ്ങയെ ഗുരുവായി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അങ്ങ് എന്തിനെ പറ്റിയെല്ലാം പറഞ്ഞു. അങ്ങ് എന്താ പറഞ്ഞത്? കണ്ണിനെ ഞാൻ കാണുന്നു, മൂക്കിനെ കാണുന്നു, മറ്റേ ഇതിനെല്ലാം ബ്രഹ്മത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞതിൻ്റെ എല്ലാം പിന്നിലുള്ള ശക്തി വിശേഷണം എന്ന നിലയിലാണ് കാണേണ്ടത്. അല്ലാതെ കണ്ണിനെ ഞാൻ ഈ ബ്രഹ്മമായി കാണുന്നു, തേങ്ങേനെ ഞാൻ ബ്രഹ്മമായി കാണുന്നു എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് ഏതിൽ നിന്നാണോ ആ ശക്തി വിശേഷത്തെയാണ് അറിയേണ്ടത്. തേങ്ങേനെ ബ്രഹ്മമായിട്ട് കാണുന്നു, ചക്കേനെ ബ്രഹ്മമായിട്ട് കാണുന്നു എന്നാണ് തട്ടിവിടാൻ വലിയ പ്രശ്നമില്ല. ഇതല്ല വേദപഠനം കൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാത്തിലും ബ്രഹ്മത്തെ ദർശിക്കണം, ചക്കയും ബ്രഹ്മമാണ്, മാങ്ങയും ബ്രഹ്മമാണ്, ഇങ്ങനെയല്ല പറയേണ്ടത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, അങ്ങീ പറഞ്ഞ ചക്കയും മാങ്ങയും സൂര്യനും ചന്ദ്രനും എല്ലാം ബ്രഹ്മത്തെ ദർശിക്കുന്നു എന്ന് പറയുന്ന എല്ലാ അർത്ഥം ഈ എല്ലാ സാധനങ്ങളും ഏതിൽ നിന്നുണ്ടായോ ആ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏത് രൂപത്തിലുള്ളതാണ്? ഈ സൂര്യൻ എന്ന് പറയുന്നത് ഏതിൽ നിന്നാണോ ഉണ്ടായത്? അതെങ്ങനെയാണ്? ചന്ദ്രൻ, അതായത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഏതിൽ നിന്നുണ്ടായോ അതിനെ മനസ്സിലാക്കിയിട്ടാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാണുള്ളത്? അത് രൂപവും ഭാവവും അത് എന്തോ ഒന്നാണ്. ആ രൂപത്തിൽ മനസ്സിലാക്കണം. രൂപവും ഭാവവും ഇല്ലാതെ ഏതോ ഒരു സാധനമാണ്, അതാണ് ഇതായിട്ട് മനസ്സിലാക്കി ഈ ഒരു ജ്ഞാനമാണ് നേടേണ്ടത്. അപ്പം ഗാർഗ്യന് തോന്നി ഇങ്ങനെ ഇതിനെക്കാട്ടിയും ബുദ്ധിയുള്ള കക്ഷിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നത് അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാനാണെന്ന്. എന്നെ അങ്ങ് ശിഷ്യനായിട്ട് മാറ്റണം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അജാതശത്രു പറയുകയാണ്, ക്ഷത്രിയൻ ബ്രാഹ്മണനെ ശിഷ്യനാക്കി വെക്കുന്നത് നാട്ടു നടപ്പിന് ശരിയല്ല. ഒരു ക്ഷത്രിയൻ ബ്രാഹ്മണൻ എന്ന് പറയുന്നവനെ എങ്ങനെ ശിഷ്യനായിട്ട് വെക്കുക? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞിരിക്കുന്നവനാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയനാണ്, രാജാവിൻ്റെ ജോലി ചെയ്യുന്നവനാണ്. അതിന് ബ്രാഹ്മണനെ ശിഷ്യനാക്കി വെക്കാനൊന്നും അത് കാര്യം ശരിയല്ല. അതുകൊണ്ട് അങ്ങേക്ക് ബ്രഹ്മജ്ഞാനം നേടാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം, എൻ്റെ കൂടെ വരിക, അങ്ങേക്ക് ബ്രഹ്മജ്ഞാനം ഞാൻ ഉണ്ടാക്കിത്തരാം. എന്നിട്ട്
അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ തുടർന്ന് രാജാവ് ഗാർഗൻ്റെ കൈക്കും പിടിച്ചിട്ട് കുറേ നേരം നടന്നിട്ട് ഉറങ്ങിക്കിടന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്നിട്ട് അയാളെ വിളിച്ചു. ഒരാൾ വീട്ടിൻ്റെ അകത്ത് ഉറങ്ങിക്കിടക്കുകയാണ്. ആ ഉറങ്ങിക്കിടക്കുന്ന അയാളുടെ വീട്ടിൽ ചെന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചു. ഹേ രാജാവായ സോമ, ഹേ രാജാവായ സോമ, ഹേ ബൃഹൻ, ഹേ ശുഭവസ്ത്രധാരി, നേരത്തെ പറഞ്ഞ ശുഭവസ്ത്രധാരി എന്നെല്ലാം വിളിച്ചു, പലതരത്തിൽ വിളിച്ചു നോക്കി. എന്നിട്ടും ആ വ്യക്തി ഉണർന്നില്ല. അപ്പോൾ രാജാവ് എന്ത് ചെയ്ത് ഒരു ചൂരൽ എടുത്തുകൊണ്ട് അയാൾക്ക് നേരിട്ടിട്ട് നല്ലോണം ഒരു അടി വെച്ചു കൊടുത്തു. അടി കൊണ്ട ഉടനെ അയാൾ ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ അജാതശത്രു ഗാർഗ്യനോട് ചോദിച്ചു, ഈ പുരുഷൻ ചൈതന്യഹീനനായി എവിടെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്? ഈ പുരുഷൻ ചൈതന്യം നശിച്ചിട്ട് എവിടെയാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്? ഏത് ദേശത്താണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്? ഇപ്പോൾ ഏത് ദേശത്തിൽ നിന്നാണ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വന്നിരിക്കുന്നത്? 3 ചോദ്യമാണ്. ഇവിടെ എവിടെയായിരുന്നു ഉറങ്ങിയിരിക്കുന്നത്? ഏത് ദേശത്താണ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഏത് ദേശത്തു നിന്നാണ് ഇപ്പോൾ ഉറക്കം ഞെട്ടിയിട്ട് വന്നിരിക്കുന്നത്? ഈ ഒരു അടിയും കൊടുത്തിട്ട് ഞെട്ടിയത്. 19 ഗാർഗ്യൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശക്തനായില്ല. അപ്പോൾ അജാതശത്രു പറഞ്ഞു, അതിനുള്ള ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു തരാം. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത് അടുത്ത ക്ലാസ്സിൽ കാണാം.